ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇപ്പോൾ ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ നയങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവരുടെ രാജ്യത്തെ അവരുടെ താല്പര്യങ്ങൾ വിജയിക്കുന്നതിൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഈ യുദ്ധം കൊണ്ട് ഇറാൻ ഒരുപാട് നേടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അതുപോലെ അവിടുത്തെ പ്രശസ്ത പ്രമുഖ ചർച്ചക്കാരനായ പാർലമെന്റ് സ്പീക്കർ കൂടിയായ ഗാലിബാഫും ചേർന്നുകൊണ്ട് അവരോടൊരു ചർച്ച ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരൊരു ഒപ്പുവെച്ച് ഒരു രീതിയിലൊരു കരാറിലെത്തിയതിന് ശേഷം ഒരു സ്ഥിരമായ കരാറിന് വേണ്ടി 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അതിനുള്ള ചർച്ചകളാണ് സ്വിറ്റ്സർലാൻഡിൽ ആരംഭിച്ചത്. ചർച്ച ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം JD വാൻസ് പറയുന്നത് വളരെ പോസിറ്റീവായ വളരെ വിജയകരമായ ഒരു അന്തിമ കരാറിന് ഞങ്ങൾ ഒരു വിദൂര ഭാവിയിലല്ലാതെ ഞങ്ങൾ രൂപം കൊടുക്കുമെന്നും അതിന് ഞങ്ങൾ ഒറ്റ ദിവസത്തെ ചർച്ചയിൽ തന്നെ അടിത്തറ പാകി എന്നുമാണ് JD വാൻസ് പറയുന്നത്. ഈ ഒരു പ്രഖ്യാപനം JD വാൻസിൽ നിന്ന് ഉണ്ടായതിനു ശേഷം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. അതായത് ഇറാന്റെ അസംസ്കൃത വസ്തുക്കൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ലോകത്തെവിടെയും വ്യാപാരം നടത്താനുള്ള ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇറാന്റെ എണ്ണ ഉൽപാദനങ്ങൾ വിൽക്കുന്നതിന് US ട്രഷറി ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം നിരുപാധികമായി പിൻവലിച്ചു, അല്ലെങ്കിൽ 60 ദിവസത്തേക്കെങ്കിലും പിൻവലിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു കരാറിലെത്തുന്നതോടുകൂടി ഇത് സ്ഥിരമാകും. പക്ഷെ ഒരു കരാറിലെത്തുവാനുള്ള 60 ദിവസത്തേക്ക് താൽക്കാലികമായി ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു. കരാറിലെത്തുന്നതോടുകൂടി പൂർണ്ണമായും അത് പിൻവലിക്കുമെന്നുള്ളതാണ് ഇവിടെ ഇറാന് ലഭിച്ച ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പ് ഇറാനിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്തിനാണ് പ്രക്ഷോഭം? ഇറാൻ അന്നന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കൽ ക്രൈസിസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇറാനിൽ 1 കിലോ അരി വാങ്ങണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ഇറാനിയൻ രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇറാൻ കൂപ്പുകുത്തിയപ്പോൾ ഡോളറിനെതിരെ വളരെ വലിയ മൂല്യത്തകർച്ച ഇറാനിയൻ റിയാലിന് ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ വളരെ വലിയ ഒരു പ്രക്ഷോഭം ഇറാനിയൻ സർക്കാരുകൾക്ക് നേരെ തന്നെ ഉണ്ടായത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുന്നു. ആക്രമണത്തിന് ശേഷം മറ്റൊരു വിജയം എന്ന് പറയുന്നത് ആക്രമിച്ച ഇരുവിഭാഗവും, അതായത് ഒന്നായി വന്ന അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതും ഇറാന്റെ ഒരു വിജയം തന്നെയാണ്. എന്തിനാണ് ലെബനാനിൽ ഇങ്ങനെ ഇറാൻ കടിച്ചു തൂങ്ങുന്നത്? അവർ പിടിച്ചു തൂങ്ങുന്നത് എന്തിനാണ്? ലെബനാൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും നമുക്കറിയാം, അവർക്ക് വേണ്ടി യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. സ്വാഭാവികമായി അവിടെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കൽ ഒരു കരാറിലെത്തുമ്പോൾ ഇറാന്റെ ആവശ്യമാണ്. കാരണം അവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അതിനപ്പുറത്തേക്ക് ലെബനാനിൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന്, അത്ര പെട്ടെന്നൊന്നും അത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറെടുക്കില്ല എന്ന് ഇറാൻ അറിയാം. അപ്പോ അമേരിക്കയെ കൊണ്ട് അതിൽ നിർബന്ധിപ്പിക്കുകയും, എന്നാൽ അമേരിക്ക പറയുന്നത് കേൾക്കാതെ, അമേരിക്കയെയും ട്രംപിനെയും അനുസരിക്കാതെ ബെന്യാമിൻ നെതന്യാഹുവും അവിടെയുള്ള തീവ്ര വലതുപക്ഷവും അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇരുവിഭാഗവും തമ്മിൽ, അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഒരു അസ്വാരസ്യം രൂപപ്പെടുകയാണ്. വളരെ കാലമായി നാറ്റോ ഇതര സഖ്യത്തിൽ, ഒരുപക്ഷെ നാറ്റോകളുമായി പോലും ഇല്ലാത്ത ഏറ്റവും ശക്തമായ ഈ ഭൂമിയിൽ അമേരിക്കക്ക് ഏറ്റവും കൃത്യമായ ഒരു സുഹൃത്ത് രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രയേലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഇസ്രയേലുമായാണ് ഇപ്പോൾ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിലെ ബെന്യാമിൻ നെതന്യാഹുവിനെതിരെയും ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തിനെതിരെയും പുറപ്പെടുന്നു. പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രയേൽ ഇല്ല എന്നാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അവിടെയുള്ള 9 മില്യൺ ആളുകളെ കുറിച്ച് ഇസ്രയേലികൾ ആലോചിക്കുന്നില്ലെന്നും, അവിടെയുള്ള ജനങ്ങളെ മാസങ്ങളായി ഞങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും, ഞങ്ങളുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ്
അതുപോലെ ഞങ്ങളുടെ ടാക്സ് മണി കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് ഓർത്താൽ നന്ന് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. ഇത്തരത്തിലേക്ക് പോലും വളരെ ശക്തമായ പ്രതികരണത്തിലേക്ക് ഒന്നായി യുദ്ധത്തിന് വന്ന ഈ വിഭാഗം രണ്ടായി മാറുമ്പോൾ അതും ഇറാന്റെ വിജയം തന്നെയാണ്. തീർച്ചയായും ഈ യുദ്ധം ആരംഭിച്ചതും ഈ യുദ്ധം ചെയ്തതും ഇസ്രയേലിന് വേണ്ടിയാണ്. ആ ഇസ്രയേൽ അമേരിക്കയോട് അകലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നത് ഇറാന്റെ വിജയമാണ്. സാമ്പത്തികമായും ഈ യുദ്ധത്തിലും എല്ലാ വിഷയത്തിലും ഇറാൻ മുന്നോട്ട് തന്നെ വിജയിച്ചു മുന്നോട്ട് പോകുകയാണ്. ഇറാൻ ക്ഷമയോടുകൂടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എത്തിയിരിക്കുന്ന കരാർ, ഇപ്പോൾ അമേരിക്ക എല്ലാ വിഷയങ്ങൾക്കും ഇറാന് സമ്മതം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. കാരണം അമേരിക്കക്ക് മനസ്സിലായി, അമേരിക്കക്ക് ഇപ്പോഴാണ് ട്രംപിനും ട്രംപ് ഭരണകൂടത്തിനും ഇറാനിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ലോകത്തെ എക്കണോമിക്കൽ ക്രൈസിസിലേക്കും നയിക്കുമെന്ന് മനസ്സിലായത്. ഇതറിയാവുന്ന മുൻ പ്രസിഡന്റുമാർ ആരും ഇസ്രയേൽ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ജോ ബൈഡനോ അതിനു മുമ്പുള്ള ഒബാമയോ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല. ഈ ആക്രമണത്തിന് ട്രംപ് മുതിർന്നപ്പോൾ ട്രംപും ഭരണകൂടവും അവരുടെ ആളുകളും പറഞ്ഞിരുന്നത് അമേരിക്കയിലെ ഒരു പ്രസിഡന്റും ധൈര്യപ്പെടാത്ത ധൈര്യത്തിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രംപിന് മനസ്സിലായിരിക്കുന്നു ഇത് അമേരിക്കൻ എക്കണോമിയെയും ഡോളറിനെയും അമേരിക്കൻ ജനതയെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇറാനിൽ യുദ്ധം ചെയ്തുകൂടാ എന്ന് അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാർ തീരുമാനമെടുത്തിരുന്നത് എന്ന് ട്രംപിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനോട് ഒരു നല്ല ബന്ധം സൃഷ്ടിച്ച് GCC രാജ്യങ്ങളും ഇറാനുമൊക്കെ ഒരുമിക്കുന്ന ഒരു ഗൾഫ് രാജ്യം കൂട്ടായ്മ ഉണ്ടാക്കുകയും എന്നിട്ട് ഇറാനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുകയുമാണ് നമുക്കും നമ്മുടെ ഡോളറിനും മറ്റുമൊക്കെയും ഉപകാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇറാനെയും GCC രാജ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ ഈ ഒരു ശത്രുവശത്ത് നിർത്തി ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ ഇടക്ക് ഈ ഹോർമുസ് കടലോട് കടക്കുകയും അത് പെട്രോ ഡോളറിനെ ബാധിക്കുകയും അമേരിക്കൻ എക്കണോമിയെ ബാധിക്കുകയും അമേരിക്കയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ അത് ബാധിക്കുകയും അവരുടെ സമാധാനം തകരുകയും മറ്റുമൊക്കെ ചെയ്യും. തീർച്ചയായും ഇസ്രയേലിനെ ഇനി നോക്കേണ്ടതില്ല. ഇസ്രയേൽ ഒരു സൈഡിൽ അങ്ങനെ പോകട്ടെ, ഇവരുമായി നമുക്കൊരു നല്ല ബന്ധം ഉണ്ടാക്കണം എന്ന് നിർബന്ധിത സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ഇറാൻ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും സമ്മതം മൂളുന്ന അവസ്ഥയിലാണ്, അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് JD വാൻസ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്തത് എന്നുള്ളതാണ്. അവർക്ക് ആകെ ഒരു ഉറപ്പേ വേണ്ടതുള്ളൂ, അത് ഇറാൻ അണുവായുധം നിർമ്മിക്കുകയില്ല എന്നുള്ളതാണ്. ഈ ഉറപ്പ് ഇറാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവായുധം എന്ന് പറയുന്നത് ഞങ്ങളുടെ സമാധാനപരമായ എനർജി ആവശ്യങ്ങൾക്കുള്ളതാണ്, ഒരിക്കലും അണുവായുധം ഞങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഇറാൻ മുമ്പ് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് പറയുന്നു. അത് മാത്രവുമല്ല, ഈ ഒരു ചർച്ചയിൽ ഇറാന്റെ ആണവായുധത്തെക്കുറിച്ച് ചർച്ചകളില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുദ്ധലക്ഷ്യമായ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് ചർച്ചയില്ല. ഇറാന്റെ മുമ്പുള്ള ഒരു നയമാണ് ആണവായുധം ഞങ്ങൾ നിർമ്മിക്കില്ല എന്നുള്ളത്. അതിൽ എവിടെ വേണമെങ്കിലും ഇറാൻ ഇപ്പോഴും ഒപ്പിടും. പക്ഷേ എനർജി ആവശ്യത്തിനായുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമും മാറ്റിവെക്കുവാൻ അവർ സന്നദ്ധമേ അല്ല. അത്തരത്തിലുള്ള ഒരു ചർച്ച ഇതിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഇറാൻ ആദ്യമേ മുന്നോട്ട് വെച്ചതാണ്. അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്, അത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. മിസൈൽ ഞങ്ങൾ നിർത്തില്ല, ഡ്രോണുകൾ നിർത്തില്ല, അതുപോലെ തന്നെ ആണവ സംസ്കരണം ഞങ്ങൾ നിർത്തില്ല. ഇതിലൊന്നും ചർച്ചയേയില്ല. ഇപ്പോൾ ചർച്ച കാര്യമായ എന്തിലാണ്? അത് ഹോർമുസ് കടലിടുക്ക് എന്നേക്കുമായി തുറക്കുക, ഇറാന്റെ എണ്ണക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, അതുപോലെ തന്നെ ഇറാന്റെ ഫ്രീസ് ചെയ്ത ആസറ്റുകൾ അമേരിക്ക വിട്ടുകൊടുക്കുക. ഇങ്ങനെ പൂർണ്ണമായും ഇറാന് ഉപകാരം ലഭിക്കുന്ന, ഇറാൻ സാമ്പത്തികമായി വളരുന്ന, എന്തിലധികം ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പറയുന്നത് $300 ബില്യൺ നിക്ഷേപം ഇറാനിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് ഇറാനിൽ അവർ നശിപ്പിച്ച വിഷയങ്ങളൊക്കെയും പുനർനിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായം ഇറാന് അമേരിക്കയോ അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളോ കൊടുക്കണം എന്ന കരാറിലാണ് ഇത്തരത്തിലൊരു മുന്നോട്ട് പോകലിലേക്ക്, ഇത്തരത്തിലൊരു MOUയിലേക്ക് ഇറാൻ ഒപ്പിടുന്നത് പോലും ചെയ്യുന്നത്, ഒപ്പിടുന്ന രീതിയിലേക്ക് പോലും എത്തിപ്പെട്ടത്. അപ്പോൾ ഇറാൻ പറയുന്നത് പോലെ കേട്ടുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ്
ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് JD വാൻസ് ഈ ചർച്ചയ്ക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്തത്. ഈ ഒരു ചർച്ച, ഈ ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് തന്നെ യുദ്ധത്തിന് മുമ്പ് ഫെബ്രുവരിയിൽ അമേരിക്കക്ക് ഇത്തരത്തിലൊരു കരാറിലേക്ക് എത്താമായിരുന്നു. ആ സമയത്ത് പറഞ്ഞ നയത്തിൽ ഒരു മാറ്റവുമില്ലാതെയാണ് ഇറാൻ ഇന്നും നിൽക്കുന്നത്. ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കില്ല. പക്ഷേ പാകിസ്ഥാനിൽ ചർച്ച ചെയ്തു, ജനീവയിൽ ചർച്ച ചെയ്തു. പക്ഷേ ആ ചർച്ചകളിൽ അന്നൊക്കെ ഇസ്രയേലിന്റെ നിർബന്ധപ്രകാരം ഒരു യുദ്ധത്തിന് ഒരുങ്ങി നിന്ന അമേരിക്ക അതിൽ നിന്നൊക്കെ വഴുതിപ്പോതുകൊണ്ട് ഇറാനെ അസ്തമിപ്പിച്ച് കളയാമെന്നും അവിടെ ഒരു റിജീം ചേഞ്ച് ഉണ്ടാക്കിക്കളയാമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ബെന്യാമിൻ നെതന്യാഹുവിന്റെ കളവിൽ വീണുപോയതാണ്. പക്ഷേ അന്ന് ഒപ്പിടാവുന്ന കരാറാണ്. അതേ കരാറുകൾ ഇന്ന് അമേരിക്ക ചർച്ച ചെയ്യുന്നു. ഇന്ന് അമേരിക്ക അതിന് പച്ചക്കൊടി കാണിക്കുന്നു. അന്ന് പക്ഷേ അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് പോയി. യുദ്ധം ഇറാനുമായി പരാജയപ്പെട്ടു. ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളുണ്ടായി. അവർ ഉദ്ദേശിച്ച എണ്ണം ഡ്രോണുകളോ അവർ ഉദ്ദേശിച്ച എണ്ണം മിസൈൽ സംവിധാനങ്ങളോ അല്ല. അവരുടെ കയ്യിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തള്ളിയിടാൻ മാത്രം പാകം പോകുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വരെയുണ്ടെന്നും കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുവാനുള്ള ആയുധങ്ങളുണ്ടെന്നും മനസ്സിലാക്കിയ അമേരിക്ക ഇറാനിൽ നിന്ന് മെല്ലെ ഉൾവലിയുകയും അവരുമായി ഒരു കരാറിലെത്തി. ഇറാനെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇറാനെ ലോകത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കാനുമുള്ള തെരുതപ്പാടിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇറാന് മേലുള്ള എണ്ണ ഉപരോധം നീക്കിയിരിക്കുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് പറയുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ അതുവഴി കടത്തിവിടുകയും അങ്ങനെ ഇറാന്റെ എണ്ണ ലോകത്തുടനീളവും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയും ലോകത്തുടനീളവും ഇപ്പോൾ വിറ്റയിച്ചു കൊണ്ടിരിക്കുന്നു എന്നും തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.